ഭരണമാറ്റം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ ബിജെപിക്ക് 35 മുതൽ 50 വരെ സീറ്റുകളെന്ന് പ്രവചിക്കുകയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും. ഹാട്രിക് വിജയം പ്രതീക്ഷിച്ച ആം ആദ്മി 37 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങും. കോൺഗ്രസിന് ഇത്തവണയും മുന്നേറ്റം പ്രവചിക്കുന്നില്ല. എന്നാൽ ആം ആദ്മി എക്സിറ്റ് പോൾ തള്ളി. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, ഇത്തവണ ഡൽഹിയിൽ ഒരു ഭരണമാറ്റമാണോ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്? ബി.ജെ.പി. ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഫലം പ്രവചിച്ചിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ബി.ജെ.പി. വിജയിക്കുമെന്ന് പറയുന്നു. മാട്രസിന്റെയും അതോടൊപ്പം തന്നെ പിമാർക്യുവിന്റെയും പീപ്പിൾ ഇൻസൈറ്റിന്റെയും എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ രീതിയിലുള്ള ഒരു വിജയം ബി.ജെ.പിക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ച ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പറയുന്നത്. മാട്രസിൽ ബി.ജെ.പി. പോക്കുകയാണെങ്കിൽ 35 മുതൽ 40 സീറ്റ് വരെ ബി.ജെ.പിക്ക് ലഭിക്കും. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകളായിരിക്കും ഉണ്ടാവുക. പിമാർക്കിന്റെ 21 മുതൽ 31 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും 39 മുതൽ 49 സീറ്റ് വരെ ബി.ജെ.പിക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പട്ടിക നോക്കുകയാണെങ്കിൽ നമ്മൾ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഡൽഹിയിൽ സാധിക്കുന്നില്ല. പഴയപടി പോലെ തന്നെ കോൺഗ്രസ് വീണ്ടും ഡൽഹിയിൽ താഴേക്ക് പോകുന്നു എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പീപ്പിൾ പൾസിന്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി വളരെയധികം താഴെ പോകുമെന്ന് തന്നെ പറയുന്നു. 10 മുതൽ 19 സീറ്റ് വരെ ആയിരിക്കും ആം ആദ്മി പാർട്ടിക്ക് ഇവർ പ്രവചിക്കുന്നത്. 51 മുതൽ 60 സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന് കൂടി പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവചനമാണ് ഇതിൽ നമ്മൾ പ്രധാനമായി നോക്കേണ്ടത്. കാരണം കോൺഗ്രസിന് ഒരിടത്തും 2 അക്കം കടക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. എല്ലാവരും 0 മുതൽ 1 സീറ്റ് വരെയാണ് കോൺഗ്രസിന് പ്രവചിച്ചിരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ബി.ജെ.പി. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വലിയൊരു മുന്നേറ്റം ഡൽഹിയിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2020-ലും അതിനു മുമ്പെയെല്ലാം പലതരത്തിലുള്ള കണക്കുകൾ ഇങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റായ രീതിയിലായിരുന്നു പിന്നീട് ഫലം വന്നപ്പോൾ പുറത്തു വന്നത് എന്നായിരുന്നു ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസം അവർക്കിപ്പോൾ നൽകുന്നില്ല. കാരണം അവർ വലിയ രീതിയിലുള്ള വിജയം ഡൽഹിയിൽ പ്രതീക്ഷിച്ചിരുന്നു. ജനപ്രിയ പദ്ധതികൾ ഉൾപ്പെടെ അവർ നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പുതിയ വാഗ്ദാനങ്ങൾ കൂടി അവർ വോട്ടർമാർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വോട്ടായി മാറുമെന്ന വലിയ ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് നൽകി വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും എല്ലാം അവരുടെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ബി.ജെ.പിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഡൽഹിയിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ബി.ജെ.പിക്ക് വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെയെല്ലാം ഒരു ഫലമാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നതെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഫലം പുറത്തു വരുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയുണ്ടാകും. കാരണം നിലവിൽ മുമ്പ് പലതരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റായിരുന്നതിനാൽ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തങ്ങൾക്ക് ഒരു തരത്തിലും പരാജയം ഏൽക്കേണ്ട ഒരു അവസ്ഥ ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായും ബി.ജെ.പി. പ്രചരണായുധമാക്കിയത്. അത് തങ്ങളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കൂടി ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കോൺഗ്രസും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പകരം വലിയ രീതിയിലുള്ള സീറ്റ് വർധന ഡൽഹിയിൽ അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുപോലും കോൺഗ്രസിന് ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ടൈംസ് നൗ ഉൾപ്പെടെ ബി.ജെ.പിക്ക് തന്നെയാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഡൽഹിയിൽ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി ബി.ജെ.പി. നേതാക്കൾ പറയുന്നു.